ജീവനും ജീവിതവും എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ 176ാമത്തെ സെഷനാണ് ഇന്ന് നടക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ളതും ആത്മീയ ജീവിതത്തിന് വളരെ പ്രയോജനകരവുമായിട്ടുള്ള അനേക വിഷയങ്ങൾ ജീവനും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് പഠിക്കുവാനും ചിന്തിക്കുവാനും ചർച്ച ചെയ്യുവാനും ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഈ പ്രോഗ്രാം നമുക്ക് അനുഗ്രഹമാക്കി നൽകിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പഠനത്തിനും ചർച്ചയ്ക്കുമായിട്ട് ഉള്ള നമ്മുടെ മുമ്പിലുള്ള വിഷയം നല്ല ഇടയന്മാർ പ്ലസ് നല്ല ആടുകൾ സമം നല്ല സഭ. ഇതൊരു നല്ല സമവാക്യമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ സമവാക്യത്തോട് ആർക്കും തന്നെ എതിരഭിപ്രായം ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഇത് എങ്ങനെ യാഥാർത്ഥ്യമാക്കി തീർക്കാം എന്നുള്ളതാണല്ലോ സഭകൾ അഭിമുഖീകരിക്കുന്ന പ്രധാന ചോദ്യം. ഈ ചോദ്യത്തിന് വചനപ്രകാരമുള്ള ഒരു ഉത്തരം കണ്ടെത്തലായിരിക്കും ഇന്നത്തെ നമ്മുടെ പഠനത്തിലൂടെ സാധ്യമാകുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് നമ്മെ സഹായിക്കുവാൻ കഴിയും വിധം ഈ വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ പൂഴ്ത്തോട് സഭയിലെ എൽഡറായ പ്രിയ ടോമിച്ചൻ ബ്രദർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഈ ജീവനും ജീവനും എന്നുള്ള പരിപാടിയിൽ കർത്താവിൻ്റെ മുമ്പിൽ ദൈവവചനത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ കാലിക പ്രസക്തമാണ്. സഭകളിലെ നല്ല ബന്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഇക്വേഷനിലൂടെ നാം കാണുന്നത്. നമ്മൾ പ്ലസും ഒക്കെ കണ്ടു, ഈക്വലിറ്റി ഒക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഫോർമുലയുടെയൊക്കെ ഫലമായിട്ട് നമ്മുടെ സഭകളിലെ ബന്ധം നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള വിഷയമാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പഠനത്തിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളം നമുക്ക് ലഭിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ ഗ്രീൻ ഹൗസ്, കർഷകർക്ക് പരിചയമുള്ളതാണ് ഗ്രീൻ ഹൗസ്, ഹരിതഗൃഹം എന്നുള്ളത്. സസ്യങ്ങൾ വളർത്തുവാനായിട്ട്, നല്ല ആരോഗ്യത്തോടെ വളർത്തുവാനായിട്ട് സഹായിക്കുന്നതാണ് ഗ്രീൻ ഹൗസുകൾ. നമുക്കറിയാം സസ്യത്തിന് ജീവനുണ്ട്, എന്നാൽ ഈ ഹരിതഗൃഹം അവയ്ക്ക് വളരുവാൻ ആവശ്യമായ ക്രമീകൃതമായ അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുന്നു. ചൂട്, വെളിച്ചം, ഈർപ്പം, സംരക്ഷണം, അങ്ങനെ നല്ല അന്തരീക്ഷം നൽകി, അങ്ങനെ നല്ല അന്തരീക്ഷം നൽകുന്നത് മുഖാന്തരമായിട്ട് ദുർബലമായ സസ്യങ്ങൾ പോലും ശക്തമായിട്ട് വളരുവാൻ ഇടയായിത്തീരും. എന്നാൽ ഈ ഹരിതഗൃഹത്തില് നല്ല രീതിയിലുള്ള അന്തരീക്ഷമല്ല, കൂടുതൽ തണുപ്പ് അല്ലെങ്കിൽ കൂടുതൽ ചൂട്, വരണ്ട അവസ്ഥ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആരോഗ്യമുള്ള സസ്യങ്ങൾ പോലും വരണ്ടു പോകും. ഇപ്പോൾ ഈ ഹരിതഗൃഹത്തിലെ എല്ലാ കാര്യങ്ങളും, അന്തരീക്ഷം വളരെ ക്രമീകൃതമായിരിക്കണം. കർത്താവിന്റെ സഭ ഒരു ഗ്രീൻ ഹൗസ് ആണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. സഭയുടെ ആത്മീയ അന്തരീക്ഷം അതാണ് വിശ്വാസികൾ വളരുമോ തളരുമോ വാടിപ്പോകുമോ എന്നൊക്കെ നിർണ്ണയിക്കുന്നത്. ഒരു സഭയില് സ്നേഹവും കരുതലും കൂട്ടായ്മയും പ്രാർത്ഥനയും ആരാധനയും ധാരാളം വചനപഠനവും ഒക്കെ ഉണ്ടെങ്കിൽ ആ സഭ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ നല്ല അന്തരീക്ഷം വേണമെങ്കിൽ സഭയിലെ നേതൃത്വവും വിശ്വാസികളും തമ്മിൽ നല്ല ബന്ധം ആവശ്യമാണ്. അങ്ങനെയുള്ള നല്ല മനോഭാവവും നിലപാടുകളും എല്ലാ അംഗങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോഴാണ് ഒരു സഭ അനുഗ്രഹീതമായിട്ടുള്ള രീതിയിൽ ആരോഗ്യകരമായിട്ടുള്ള സഭയായി നിലനിൽക്കുന്നത്, വിശ്വാസികൾ വളരുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പഠനം രണ്ട് ഭാഗങ്ങളായിട്ട് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, നേതൃത്വത്തിന്റെ മനോഭാവവും നിലപാടുകളും, അതുപോലെ തന്നെ വിശ്വാസികളുടെ മനോഭാവവും നിലപാടുകളും ക്രിയാത്മകമായിട്ട് എങ്ങനെയായിരിക്കും. ഇടയന്മാരുടെ പക്ഷത്തു നിന്നും ആടുകളുടെ പക്ഷത്തു നിന്നുള്ള നിലപാടുകളാണ്. അത് നമുക്ക് ഇടയന്മാരെ തന്നെ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർ പുലർത്തേണ്ട അവരുടെ നല്ല മനോഭാവവും ആറ്റിറ്റ്യൂഡും ഒക്കെ എന്തായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാം. ഏറ്റവും പ്രധാനമായിട്ട്
ഇടയന്മാർക്കുണ്ടായിരിക്കേണ്ട മനോഭാവം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ്. ആടുകളോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം ഇടയന്മാർക്കുണ്ടാകണം. സ്നേഹമില്ലാതെ ആടുകളെ പരിപാലിക്കുവാൻ, ദൈവജനത്തെ പരിപാലിക്കുവാനായിട്ട് സാധിക്കില്ല. കർത്താവ് അതിനെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ വളരെ പ്രസിദ്ധമാണ്. കർത്താവ് തന്നെ ഒരു ഇടയനായിട്ട് ചിത്രീകരിക്കുന്ന വേദഭാഗം ദൈവജനത്തിലുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, അതുപോലെ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം പരിശോധിച്ച് നമുക്ക് അവിടെ യഹോവയെ നല്ല ആടുകളുടെ ഇടയനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്ന ആളായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. 21-ാം സങ്കീർത്തനം ഇവിടെ സങ്കീർത്തനമാണ്. കർത്താവ് തന്നെ പറഞ്ഞു പുതിയ നിയമത്തില്, ഞാൻ ആടുകളുടെ നല്ല ഇടയനാണ്. 10:11 യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അപ്പൊ വളരെ അവയെ സ്നേഹിച്ച് അവയ്ക്ക് വേണ്ടി ജീവൻ വെക്കുവാൻ തയ്യാറായ ഇടയൻ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു സഭയെ സ്നേഹിച്ച് അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ കാൽവരി യാഗം തന്റെ ആടുകളോടുള്ള, തന്റെ സഭയോടുള്ള കർത്താവിന്റെ സ്നേഹമാണ്. അപ്പോൾ ഇടയന്റെ മേയ്ക്കുവാനുള്ള പ്രാഥമിക യോഗ്യത എന്ന് കർത്താവ് പറയുന്നത് സ്നേഹമാണ്. കർത്താവ് പറയുമ്പോൾ ഞാൻ നല്ല ഇടയനാണെന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിന് 21-ാം അധ്യായം അവസാന അധ്യായം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാല് കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പ്രാതൽ കഴിച്ച ശേഷം പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന സമയത്ത് പത്രോസിനോട് ചോദിക്കുന്ന 3 പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളത്. കർത്താവ് അവനോട് ചോദിച്ചു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് പിന്നെയും കർത്താവിനോട് പത്രോസിന് സ്നേഹമുണ്ടോ എന്നുള്ള കാര്യം കർത്താവ് ആവർത്തിച്ച് ചോദിച്ചിട്ട് അവനോട് പറയുന്നത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ഇപ്പൊ പ്രിയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആടുകളെ മേയ്ക്കുവാനായിട്ടാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇവിടെ പത്രോസ് കർത്താവിന്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് യോഗ്യനായി തീരുന്നത് ആടുകളോടുള്ള സ്നേഹമല്ല. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഇടയന് പ്രാഥമികമായിട്ടും ആടുകളോട് സ്നേഹം ഉണ്ടായിരിക്കണമെന്നാണ്. അതല്ല അതിന്റെ ക്വാളിഫിക്കേഷൻ. കർത്താവിനോടുള്ള സ്നേഹമാണ്. ഈ ആടുകളുടെ ഉടമസ്ഥനായ കർത്താവിനോടുള്ള സ്നേഹമാണ് ഒരു ഇടയന് പ്രാഥമികമായിട്ടും ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം കർത്താവിന്റെ ആടുകളെ മേയ്ക്കുവാനായിട്ട് തീരുമാനിച്ചാൽ നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ ഒരു ഇടയനും വിജയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവിനോടുള്ള സ്നേഹം നിമിത്തമാണ് കർത്താവിന്റെ ആടുകളെ മേയ്ക്കേണ്ടത്. നമുക്കറിയാം, ആടുകളുടെ പ്രതികരണമൊക്കെ പലപ്പോഴും മോശമായും വളരെ ദുഷ്കരമായിട്ടും തീരും. കുരിന്ത്യർ ലേഖനമൊക്കെ പരിശോധിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, അവിടെയുള്ള ആടുകളെ കുറിച്ച് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ പക്ഷമുണ്ട്, മാത്രമല്ല അവർ പോരടിച്ച് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ കോടതിയിലാണുള്ളത്. തമ്മിൽ കുത്തുകൂടി കോടതിയിലെത്തിയ ഒരു കൂട്ടം ആടുകളാണ് കൊരിന്തിലുള്ളത്. അപ്പൊ ഈ ആടുകളോടുള്ള പ്രാഥമികമായിട്ടുള്ള സ്നേഹമല്ല ഇടയന്റെ ക്വാളിഫിക്കേഷൻ. കർത്താവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അവന് ആടുകളെ ശരിയായ രീതിയിൽ മേയ്ക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ കർത്താവിനോടുള്ള സ്നേഹം ആടുകളിലേക്ക് പകരുവാനായിട്ട് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഇടയനെ സ്നേഹിക്കുവാനായിട്ട്, തന്റെ ദൗത്യം വിജയകരമാക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത് കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തില് അതിന്റെ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയുന്നതിനത്ര എന്നാണ്. തുടർന്ന് 12-ാം അധ്യായത്തിൽ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവനെ ഞാൻ ചെലവിടും, ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചതിനാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നു എന്നാണ്. അപ്പൊ പൗലോസ് ഈ കൊരിന്തിലുള്ള ആളുകളെ പൗലോസിന് സ്നേഹിക്കുവാനായിട്ട് സാധിച്ചത്, പൗലോസ് കർത്താവിനെ സ്നേഹിക്കുന്ന ആളായിരുന്നു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവ് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള തീരുമാനവും കർത്താവിനോടുള്ള സ്നേഹവുമാണ് പൗലോസിനെ ആടുകളെ സ്നേഹിക്കുവാനായിട്ട്, അവരെ മേയ്ക്കുന്നതിൽ വിജയിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇപ്പൊ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 4-ാം അധ്യായത്തില് ബിലവഡ്സ് എന്നാണ് പറയുന്നത്, അഗാപ്പെ എന്നാണ് പറയുന്നത്. അവരെ അങ്ങനെ ബിലവഡ് എന്ന് വിളിക്കുമ്പോൾ അഗാപ്പെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് അവരെ 4-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ ആടുകളെ സ്നേഹിക്കണം. എന്നാൽ പ്രാഥമികമായിട്ടും തുടക്കം അവിടെയല്ല, തുടക്കം കർത്താവിനോടുള്ള സ്നേഹമാണ്. ആടുകളെ ഇഷ്ടപ്പെട്ട് ആടുമേയ്ക്കലിന് ഇറങ്ങിയാൽ നമ്മളെ തീർച്ചയായിട്ടും വഴിയിൽ വെച്ച് നിരാശരായി തീരുവാനുള്ള സാധ്യത
വളരെ കൂടുതലാണ്. നമുക്കറിയാം ബൈബിളിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. എന്താണ്? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗപൂർവ്വം അധ്വാനിക്കുവാനുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ ബൈബിളിലെ സ്നേഹം എന്ന് പറഞ്ഞാല്. അങ്ങനെ ത്യാഗം സഹിക്കുവാനുള്ള തീരുമാനം അത് വളരെ ആവശ്യമാണ്. ഇപ്പൊ രക്ഷിക്കപ്പെട്ട ഒരാളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുത്തുന്ന വളരെ ശ്രദ്ധേയമായ വ്യതിയാനമാണ്. ആത്മാവിന്റെ ഫലമായിട്ട് തന്നെ ആദ്യം പറയുന്നത് സ്നേഹമാണ്. അപ്പോൾ രക്ഷ നമ്മെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് പ്രാപ്തരാക്കുകയും അതുവഴിയായിട്ട് മനുഷ്യരെ സ്നേഹിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്യും. അപ്പൊ ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ വേലയില്, കർത്താവിന്റെ ആടുകളെ ശുശ്രൂഷിക്കുന്നതില് വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തില് നമ്മൾ വർദ്ധിച്ചു വരും. അങ്ങനെ പരിശുദ്ധാത്മാവ് അടിസ്ഥാനപരമായി ഹൃദയത്തിൽ പരിവർത്തനം വരുത്തിയ സ്നേഹമുള്ള ആളുകൾക്ക് മാത്രമേ, ദൈവസ്നേഹത്തിന്റെ നിർബന്ധമുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ വേലയില് നല്ല ഇടയനായിട്ട് അവരെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മാറ്റം, ദൈവം വരുത്തുന്ന മാറ്റം നമ്മളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാവുമ്പോൾ നമുക്ക് ഇത്തരത്തില് കർത്താവിന്റെ ആടുകളെ സ്നേഹിക്കുവാനായിട്ട് കഴിയും. അതാണ് യഥാർത്ഥത്തില് ഏറ്റവും വലിയ ഗുണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സ്നേഹമില്ല എങ്കിൽ ഞാൻ ഒന്നുമല്ല, എന്റെ ശുശ്രൂഷ ഒന്നുമല്ല എന്ന് നമുക്ക് പൗലോസിനോട് കൂടെ പറയുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് ആടുകളെ അറിയുകയും അവയോട് അനുകമ്പ ഉള്ള ഇടയന്മാരായിരിക്കുകയും വേണം. വിശ്വാസികളെ അറിയുന്ന ആളായിരിക്കണം. വിശ്വാസികളെ നയിക്കുന്ന വ്യക്തി അവരെക്കുറിച്ച് നല്ല അറിവുള്ള ആളായിരിക്കണം. അതുപോലെ അനുകമ്പയുള്ള ആളുകളായിരിക്കണം. അപ്പൊ ഒന്നാമതായിട്ട് യഥാർത്ഥത്തിൽ ആടുകളെ അറിയാതെ അവയെ നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നു, 10-ാം അധ്യായത്തിൽ പറയുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഒരു ഇടയൻ ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഗുണമാണ് തന്റെ ആടുകളെ ശരിയായ രീതിയിൽ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് തുടർന്ന് 10-ാം അധ്യായത്തിൽ തുടക്കത്തിൽ പറയുന്നത്, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, അവൻ അവരെ പേർ ചൊല്ലി വിളിക്കുന്നു എന്നാണ്. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു എന്നാണ്. കർത്താവ് ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞ ശേഷം കർത്താവ് പറയുന്നത്, കർത്താവിന്റെ ശബ്ദം അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്, അവ അറിഞ്ഞ് കർത്താവിനെ അനുഗമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കർത്താവിന്റെ ഒരു ഇടയൻ എന്ന നിലയിൽ കർത്താവ് വിജയിക്കുന്നത് തന്റെ ആടുകളെ കുറിച്ചുള്ള കർത്താവിന്റെ അറിവാണ്. കർത്താവിന്റെ ശബ്ദത്തെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എത്ര വലിയ പരിചയമാണ് കർത്താവും തന്റെ ആടുകളും തമ്മിലുള്ളത്. ഈ ലോകത്തിന്റെ ശബ്ദ കോലാഹലങ്ങളുടെ മധ്യത്തില് അവ എന്റെ ശബ്ദം തിരിച്ചറിയുന്ന, കർത്താവ് പറയുന്ന, അന്യന്റെ ശബ്ദം അറിയായതുകൊണ്ട് അന്യന്മാരെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകുന്നതാണ്. അപ്പൊ ഈ ലോകത്തിന്റെ ശബ്ദ കോലാഹലങ്ങളുടെ മധ്യത്തില് ഇടയന്റെ ശബ്ദം തിരിച്ചറിയുവാനായിട്ട് കഴിയുന്ന രീതിയിൽ കർത്താവും തന്റെ ജനവും തമ്മിലുള്ള പരിചയം അത്ര വലുതാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ പരിചയം അല്ലെങ്കിൽ അറിവ് പരസ്പരം ഉണ്ടായിരുന്നു. അങ്ങനെ ആടുകളെ കുറിച്ച് ഇല്ലാത്തവർക്ക് ഈ ശുശ്രൂഷയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ പറയുന്നത് വളരെ അടുത്ത ബന്ധം അവരുമായിട്ടുണ്ടായെന്നാണ്. പൗലോസ് പറയുന്നത്, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ പോറ്റുന്നത് പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉള്ളവനായിരുന്നു എന്നാണ്. ഞാൻ നിങ്ങളെ ഓമനിച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ പ്രാണൻ കൂടെ നിങ്ങൾക്ക് വെച്ചു തരാനായിട്ട് ഞങ്ങള് ഒരുക്കമായിരുന്നു. തുടർന്ന് 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12 പറയുന്നത്, ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് സാക്ഷ്യം പറഞ്ഞു പോകുന്നു എന്നാണ്. അപ്പോൾ ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ അറിയാവുന്നത് പോലെ, ഒരു പിതാവിന് തന്റെ കുഞ്ഞിനെ അറിയാവുന്നത് പോലെയുള്ള അറിവ് പൗലോസിന് ഈ തെസ്സലോനിക്കയിലുള്ളവരെ കുറിച്ച് അറിവുണ്ടായിരുന്നു, അവരെ കുറിച്ച് ബന്ധമുണ്ടായിരുന്നു. 2-3 ആഴ്ച മാത്രമേ അവിടെ ചെലവഴിച്ചിട്ടുള്ളൂ ഈ സമയം നമുക്കറിയാം. അപ്പോൾ ആ സമയം കൊണ്ട് എന്ത് വലിയ ബന്ധമാണ് പൗലോസ് അവരുമായിട്ട് സൃഷ്ടിച്ചത്. നമുക്ക് ഒരു ഭവനത്തിലെ ബന്ധം വിശ്വാസികളുമായിട്ട് സ്ഥാപിക്കാൻ പൗലോസിന് സാധിച്ചു. അതാണ് പൗലോസിന്റെ ശുശ്രൂഷയിലെ വിജയം എന്ന് പറഞ്ഞാൽ. പൗലോസ് വിശ്വാസികളുമായിട്ട്
ഒരു ഒരു ഔദ്യോഗിക ബന്ധമല്ല. ഒരു വീട്ടിൽ പിതാവും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പൗലോസിന് സ്ഥാപിക്കാൻ സാധിച്ചു. കർത്താവിനും അത് സാധിച്ചു എന്നുള്ളതാണ്. കർത്താവ് കുഞ്ഞുങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധം ഒരു ഭവനത്തിലെ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. യഥാർത്ഥത്തിൽ ഒരു സഭയിലെ നേതൃത്വവും വിശ്വാസികളും തമ്മിലുള്ള അറിവും ബന്ധവും ഇങ്ങനെയുള്ള ആയിരിക്കണം. അതുപോലെ തന്നെ അവരോട് നമുക്ക് വിശ്വാസികളോട് അനുകമ്പ ഉള്ളവരായിരിക്കണം. വിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ച് അറിയുകയും അവരെക്കുറിച്ച് സിമ്പതൈസ് ചെയ്യാനായിട്ട് കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ശുശ്രൂഷയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കൂ. അറിയുക മാത്രം പോരാ, അവരുടെ അവസ്ഥയിൽ അവരോട് അനുകമ്പ വേണം. യെശയ്യാപ്രവാചന പുസ്തകം 40-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തില് ദൈവത്തെ ഇടയനായിട്ട് ചിത്രീകരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ ഇടയനായ ദൈവം തന്റെ ആടുകളുടെ അവസ്ഥ അറിഞ്ഞ് അവയോട് അനുകമ്പയുള്ളവനായി കുഞ്ഞാടുകളെ തന്റെ കയ്യിൽ വഹിച്ച് തള്ളയാടുകളെ പതുക്കെ നടത്തുന്നവനായിട്ടുള്ള കർത്താവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവരോട് വളരെ അവരുടെ അവസ്ഥ അവരെ അറിയാവുന്നവരും അവരുടെ അവസ്ഥയില് അവരോട് അനുകമ്പ കാണിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യുന്ന കർത്താവിനെയാണ് നമുക്ക് ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ ജനത്തെ അവരുടെ അവസ്ഥ അറിഞ്ഞ് അവരോട് ഇടപെടുവാനായിട്ട് അവരോട് അനുകമ്പ തോന്നുന്ന ഒരു ദൈവം, ആ ദൈവമാണ് അവരുടെ ഇടയനെങ്കിൽ ആ കർത്താവിന്റെ ജനത്തെ നയിക്കുന്ന ഇടയന്മാർക്കും അവരെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം, അവരെക്കുറിച്ച് അനുകമ്പയുണ്ടായിരിക്കണം. അനുകമ്പയുടെ അഭാവത്തിൽ നമുക്ക് നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കുവാനായിട്ട് വിശ്വാസികളുടെ ശരിയായ രീതിയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. സദൃശവാക്യം 27-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക, നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വെക്കുക. 27 സദൃശവാക്യം 27-ന്റെ 23-ലാണ് നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക. അപ്പൊ അത് നമുക്ക് ഒരു ഇടയനുള്ള എല്ലാ കാലത്തേക്കുമുള്ള പ്രമാണമാണ്. നമുക്കറിയാം, സദൃശവാക്യത്തിൽ പറയുമ്പോൾ സാധാരണ ഒരു മൃഗത്തെ കുറിച്ച് എല്ലാ രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. ദൈവം തന്റെ ജനത്തെ ആത്മീയമായിട്ട് കർത്താവിന്റെ ജനത്തെ നയിക്കുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ആളുകളോടാണ് പറയുന്നത്, അവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞ് ജാഗ്രതയോടെ അറിഞ്ഞ് അവരുടെ അവസ്ഥയിൽ അവരിപ്പോഴും ദുഃഖിതരാണോ, അവർ ആവശ്യത്തിലാണോ, അവർക്ക് പ്രശ്നങ്ങളുണ്ടോ, അവർക്ക് പ്രതിസന്ധികളുണ്ടോ, ഇതൊക്കെ അറിയുവാനായിട്ടുള്ള ഉത്സാഹം പലപ്പോഴും കുറഞ്ഞു പോകുമ്പോൾ തങ്ങളെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത ആളുകളാണ് ഇടയന്മാരെന്ന് ആടുകൾക്ക് തോന്നുമ്പോൾ അവര് യഥാർത്ഥത്തിൽ ചിതറിപ്പോകുന്ന തരത്തിലേക്ക് ചിതറിപ്പോകും എന്നുള്ള കാര്യം നാം അറിയണം. അപ്പോൾ എപ്പോഴും അവരുടെ ജീവിതത്തെ അങ്ങനെ ഇടപെട്ട് അവർക്ക് സ്വകാര്യ ജീവിതം ഉണ്ടാകരുത് എന്നല്ല, എന്നാൽ വളരെ ഒരു മാന്യമായ ഒരു ജെന്റിലായിട്ടുള്ള രീതിയിൽ, കുലീനമായ രീതിയിൽ അവരുടെ അവസ്ഥയെ അറിഞ്ഞ് അവരോട് അനുകമ്പയും ഒക്കെ ഉള്ള ആളുകളായിട്ട് തീർന്നുവെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അടുത്തതായിട്ട് ഇടയൻ എപ്പോഴും ആടുകൾക്ക് അവൈലബിൾ ആയിരിക്കണം, ലഭ്യതയും അവരുടെ ആടുകൾക്ക് സമീപിക്കുവാനും കഴിയുന്നവനായിരിക്കണം ഇടയൻ. അതാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇടയന്മാർ ആടുകൾക്ക് ലഭ്യമായിരിക്കും, അവർ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ആടുകൾക്ക് അവരെ സമീപിക്കാനായിട്ട് സാധിക്കണം, അവര് അപ്രോച്ചബിൾ ആയിരിക്കണം, അപ്രോച്ചബിലിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ മാറി നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെ തിരക്കായിട്ട് നടക്കുന്ന വിശ്വാസികൾക്ക് ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾക്ക് വിളിച്ചാൽ കിട്ടാത്ത, അവരുടെ ആവശ്യങ്ങൾ ലഭ്യമല്ലാത്ത, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, ഒരു ഞായറാഴ്ച മാത്രം തല കാണുന്ന ആളുകളായിരിക്കരുത്. എപ്പോൾ വിളിച്ചാലും അവർ ലഭ്യമാണ്, അവരുടെ സഹായം എന്ത് തരത്തിലുള്ള സഹായമാണ് എന്നുള്ള കാര്യം ആത്മീയമായിട്ടുള്ള തരത്തിൽ പ്രത്യേകിച്ചുള്ള സഹായം കൊടുക്കുന്ന ആളുകൾ. അതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സമീപിക്കാൻ സാധിക്കണം. അങ്ങനെ അൺഅപ്രോച്ചബിൾ ആയിട്ട് അങ്ങനെ വളരെ ട്രാൻസെൻഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇടയ ശുശ്രൂഷയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവ് ട്രാൻസെൻഡന്റ് എന്ന് പറയുമ്പോഴും കർത്താവ് സാമീപ്യമുള്ള, വളരെ സമീപത്തുള്ളവനും അല്ലയോ ഞാനെന്ന് കർത്താവിനെ കുറിച്ച് തന്നെ കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസ് തന്റെ ലഭ്യതയെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്നു, അല്ലയോ കൊരിന്ത്യരെ, ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു എന്നാണ്. ഞങ്ങളുടെ ഉള്ളിൽ ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ഇടുക്കമുള്ളത്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരാകുമെന്ന് ഞാൻ മക്കളോടെന്ന പോലെ നിങ്ങളോട് പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൽ 2-ാം ലേഖനം 6-ാം അധ്യായത്തിലാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കും, ഞങ്ങൾക്ക് ഇടുക്കമില്ല,
നിങ്ങളും അങ്ങനെ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇടയന്മാർ ഇടുങ്ങിയ ഹൃദയമുള്ള ഇടയന്മാരായാൽ ഇടയന്മാരും ആടുകളും തമ്മിൽ ഇടയുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ദൈവജനത്തോട് ആടുകളോട് വളരെ അടുത്ത ബന്ധവും അവർക്ക് സമീപിക്കാൻ കഴിയുന്നവനുമായിരിക്കും. നമുക്കറിയാം, ഒരു സാധാരണ ആട്ടിൻകൂട്ടവും അതിന്റെ ഇടയനും തമ്മിൽ എത്ര അകലമുണ്ട്? ആട്ടിൻകൂട്ടവും ഇടയനും തമ്മിൽ അകലം വളരെ കുറവാണ്. അവരൊരുമിച്ച് നടക്കും, കൂടെ വിശ്രമിക്കും, തോളിലെടുക്കും, അങ്ങനെയാണ്. കൂടെ നടക്കും, എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന, ഒരുമിച്ച് വിശ്രമിക്കുന്ന, ഒരുമിച്ച് നടക്കുന്ന ആ ഒരു ബന്ധമാണ്. കർത്താവ് എന്താണ് ആളുകളോട് പറഞ്ഞത്? നിങ്ങൾക്കറിയാം, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് എന്താ പറഞ്ഞത്? അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന എല്ലാവരുമായുള്ളവര് എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പൊ അടുക്കലേക്ക് ക്ഷണിക്കുന്ന ഒരു ഇടയന്റെ അടുക്കലേക്ക് ആടുകളെ ക്ഷണിക്കുന്ന, അവർക്ക് എപ്പോഴും ലഭ്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇടയ ശുശ്രൂഷ വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത, അവർ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ശ്രദ്ധയില്ലാത്ത ആളാണ് ഇടയനെന്ന് അവർക്ക് തോന്നിയാൽ ഒരിക്കലും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, എഫക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അവരുടെ ഏത് പ്രശ്നത്തെയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന, കഴിവില്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കഴിയുന്ന, അവർക്ക് കരയാൻ കഴിയുന്ന, അവർക്ക് ചിരിക്കാൻ കഴിയുന്ന, അവർക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു ഇടയൻ. ആ ഇടയന് മാത്രമേ ആടുകളുടെ മേൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ല എങ്കിൽ സാധിക്കുകയില്ല. പലപ്പോഴും ഇടയന്മാരുടെ നിലവാരത്തിൽ അല്ല ആടുകൾ എന്നുള്ള കാര്യം നമുക്കറിയാതെ എപ്പോഴും അങ്ങനെയാണ്. സഭയിലെ ആത്മീയ പക്വതയുള്ളവരെയാണല്ലോ നേതൃത്വത്തിലാക്കി വെക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് സമീപിക്കാനായിട്ട് സാധിക്കണം. ചില ആളുകൾ പറയും, 10 മണിക്ക് ശേഷം എന്നെ വിളിക്കരുത്, എന്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങനെ ഒരു സ്വർഗത്തിലെ ദൈവത്തെ എപ്പോഴൊക്കെ നമുക്ക് വിളിക്കാം? അങ്ങനെയുള്ള ആളുകൾ ഇടയ ശുശ്രൂഷയ്ക്ക് ക്വാളിഫൈഡ് അല്ല. നിങ്ങൾക്ക് 10 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഒരു രോഗം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, അല്ല എങ്കിൽ 24 മണിക്കൂർ സേവനമാണ് ഇടയന് കൊടുക്കേണ്ടത്. ആടുകൾക്ക് എപ്പോൾ ആവശ്യം വരാം, ചിലപ്പോൾ ഒരു പെട്ടെന്ന് ആക്സിഡന്റ് ആയിരിക്കാം, ഒരു രോഗമായിരിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമായിരിക്കാം. അങ്ങനെയൊക്കെ ആളുകളെ പാതിരാത്രിയൊക്കെ എഴുന്നേറ്റ് വിളിക്കുമ്പോൾ അവർക്ക് ശുശ്രൂഷ അങ്ങനെ സമീപിക്കാനായിട്ട് കഴിയുന്ന ആള്, അവരുടെ വളരെ വലിയ പ്രശ്നത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് കഴിയുന്ന ഒരാള്, അതൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതൊന്നും ലഭ്യമാകാതിരിക്കുമ്പോൾ ആളുകൾ പതുക്കെ, നമ്മളറിയല, ഇടയിൽ നിന്ന് ആളുകൾ അങ്ങനെ മാറാനുള്ള സാധ്യതയുണ്ട്. കർത്താവിനെ പോലെ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്ന പൗലോസിനെ പോലെ അവർക്ക് വേണ്ടി വിശാലമായിട്ട് തുറന്നിട്ട ആളുകള്, കർത്താവ് നമ്മളെ അന്വേഷിച്ച് വന്നതുപോലെ അങ്ങോട്ട് ചെന്ന് അവരുടെ പ്രശ്നങ്ങളിലെ കണ്ട കർത്താവ് ഇങ്ങോട്ട് വരാൻ അനുവദിക്കുന്ന, അങ്ങോട്ട് ചെല്ലുന്ന ആ ഒരു സമീപനമാണ് യഥാർത്ഥത്തില് വിജയിക്കുന്ന. അങ്ങനെ മാത്രമേ നമുക്ക് വിജയകരമായിട്ട് ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തതായിട്ട് സെർവന്റ് ലീഡർഷിപ്പ് ആയിരിക്കണം നേതൃത്വത്തിൻ്റെത്. ദാസ്യ നേതൃത്വം എന്നുള്ളത് കർത്താവിൽ നിന്ന് പഠിക്കേണ്ട ഒരു വലിയ കലയാണ്, ഒരു വലിയ ശാസ്ത്രമാണ്. ഇടയ ശുശ്രൂഷ കർത്തൃത്വം നടത്തിയല്ല, ആടുകൾക്ക് മാതൃകയായിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നതിനാണ് സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കറിയാം, സെർവിങ്ങും റൂളിങ്ങും ഉണ്ട്, ശുശ്രൂഷയും ഭരണവും ഉണ്ട്. അത് തമ്മിൽ വളരെ വ്യത്യാസമാണ്. എന്താണ് റൂളിംഗ് എന്ന് പറഞ്ഞാല്? റൂളിംഗ് എന്ന് പറഞ്ഞാൽ, ഭരിക്കുക എന്ന് പറഞ്ഞാല്, റൂളിംഗ് ഈസ് മേക്കിംഗ് വൺ സെൽഫ് അവൈലബിൾ ടു അതേഴ്സ് ബൈ അസ്യൂമിങ് എ പൊസിഷൻ ഓഫ് അതോറിറ്റി ഓവർ അതർ പേഴ്സൺസ്. മറ്റുള്ളവരുടെ മേൽ അധികാരം പ്രയോഗിച്ചുകൊണ്ട് അവർക്ക് സ്വയം ലഭ്യമാക്കുന്നതിനാണ് ഭരണം എന്ന് പറയുന്നത്. അതാണ് ഭരണം. എന്നാൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, സെർവിംഗ് എന്ന് പറഞ്ഞാൽ, സെർവിംഗ് ഈസ് മേക്കിംഗ് വൺ സെൽഫ് അവൈലബിൾ ടു മിനിസ്റ്റർ ടു ദ നീഡ്സ് ഓഫ് അതേഴ്സ് വിത്തൗട്ട് അസ്യൂമിങ് സുപ്പീരിയോറിറ്റി ഓവർ. മറ്റുള്ളവരുടെ മേൽ സുപ്പീരിയോറിറ്റി എടുക്കാതെ അവർക്ക് തന്നെ ലഭ്യമാക്കുക. ഇപ്പൊ ശുശ്രൂഷ എന്നാല് മറ്റുള്ളവരുടെ മേൽ തന്റെ ശ്രേഷ്ഠതയുടെ അതീശത്വം സ്ഥാപിക്കാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി സ്വയം ലഭ്യമാക്കുക. അതാണ് ഒരു കർത്താവിന്റെ ഇടയിൽ നിന്ന്, സഭയുടെ ഇടയിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന. ആളുകളുടെ മേൽ അതീശത്വം സ്ഥാപിക്കുവാനായിട്ടല്ല, അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാനായിട്ട് സ്വയം ലഭ്യമാക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവിന് ഇടയ ശുശ്രൂഷയ്ക്ക് വേണ്ടത്. അതിനെക്കുറിച്ച് പറയുന്നത്, പീപ്പിൾ വിത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വിൽ യൂസ് മോർ അതോറിറ്റി എന്നാണ്.
ആരോ അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരാണ് മറ്റുള്ളവരുടെ മേലെ അധികാരം സ്ഥാപിക്കാനായിട്ട് താൻ അങ്ങനെയൊക്കെ അധികാരം സ്ഥാപിച്ചില്ലെങ്കിൽ ആളുകൾ തന്നെ ബഹുമാനിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർക്കാണ്. അല്ല സ്വയം അങ്ങനെ സ്വയം അഹങ്കരിക്കുന്ന സ്വയം ഉയർത്തുന്ന ആളുകളെ അല്ല ആളുകൾക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം കർത്താവ് മനുഷ്യനെ ശുശ്രൂഷിക്കുവാനായിട്ട് വന്നതിനെ കുറിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് കർത്താവ് സ്വയം ഉയർത്തിയെന്നല്ല, കർത്താവ് സ്വയം താഴ്ത്തി അവരുടെ ആവശ്യങ്ങൾക്ക് തന്നെ ലഭ്യമാക്കി. ദൈവത്തോടുള്ള സമത്വം വിട്ട് അങ്ങനെ ക്രൂശിൽ മരിച്ച് അവരുടെ ആവശ്യങ്ങൾ നടത്തുവാനായിട്ട് കർത്താവ് ലഭ്യമാക്കി. അല്ലെങ്കിൽ കർത്താവ് അവരെ ശുശ്രൂഷിക്കുവാൻ താഴ്ന്നു വന്നു. ആ ഒരു താഴ്മയാണ്, അതിനാണ് ദാസ്യ നേതൃത്വം എന്ന് പറയുന്നത്. പത്രോസ് 5-ാം അധ്യായത്തിൽ പത്രോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വം ദുരാഗ്രഹത്തോടെ അല്ല, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിക്കൊണ്ട് അധ്യക്ഷ ചെയ്യുന്ന. അപ്പൊ ഇതിനാണ് ദാസ്യ നേതൃത്വം എന്ന് പറയുന്നത്. ഇതാണ് സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. വിശ്വാസികളെ ഭരിച്ച് അധികാരം നടത്തിയല്ല അവരെ ശുശ്രൂഷിക്കേണ്ടത്. എന്താണ്? കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി അവരെ നടത്തണം എന്നാണ് വായിക്കുന്നത്. നമുക്കറിയാം കർത്താവിന്റെ മാതൃക, കർത്താവ് ശിഷ്യന്മാരെ എങ്ങനെയാണ് സെർവന്റ് ലീഡർഷിപ്പ് പഠിപ്പിച്ചത് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവ് താൻ സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് ഇനി ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന തന്റെ പൊസിഷൻ അറിഞ്ഞുകൊണ്ട് കർത്താവ് വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം കർത്താവ് പറഞ്ഞു, യജമാനേക്കാൾ വലിയവനല്ല ദാസൻ, ദൂതൻ അയച്ചവനേക്കാൾ വലിയവനല്ല. ഇത് അറിയുന്നുവെങ്കിൽ ഇത് ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ കാല് കഴുകേണ്ടത് ആകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ഭക്ഷണത്തിന് ഇരിക്കുന്ന ആരാ വലിയവൻ ചോദിച്ചു. ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണ് ശുശ്രൂഷിക്കുന്നവനാണോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയായിരുന്നു. അങ്ങനെ നമുക്ക് ദൈവജനത്തെ നയിക്കണമെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്ന മനോഭാവമുള്ളവരായിട്ട്, കാല് കഴുകാനുള്ള മനോഭാവമുള്ളവരായിട്ട് ഇരുന്നെങ്കിൽ മാത്രം, താഴ്മയുള്ളവരായിരുന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയുമ്പോഴാണ് ബന്ധങ്ങൾ ദൈവവചന പ്രകാരമായി നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനായിട്ട് വന്നു എന്നാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം അത് കർത്താവിന്റെ അപ്പസ്തോലന്മാരെ കുറിച്ച് പഠിക്കാൻ നമുക്കറിയാം. അപ്പസ്തോല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ വായിച്ചാൽ അപ്പസ്തോലന്മാർ ഒരു കാലത്ത് മേശകളിലെ ശുശ്രൂഷയ്ക്ക് ലഭ്യമായിരുന്നു. മേശകളിൽ ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യം വന്നപ്പോൾ അവർ ലഭ്യമായിരുന്നു എന്നുള്ളത് അവരെ ഈ തരത്തിലുള്ള ലീഡർഷിപ്പ് അഭ്യസിച്ച ആളുകളായിരുന്നു. അവരുടെ ലീഡർഷിപ്പിന്റെ സ്റ്റൈല് സെർവന്റ് ലീഡർഷിപ്പ് ആയിരുന്നു. നമുക്കറിയാം കാല് കഴുകുന്ന ആളുകൾ എന്നൊക്കെ ഉണ്ട് ക്രിസ്തീയ കോളത്തിൽ. എന്നാൽ ആളുകളുടെ കാല് കഴുകുന്നതിന് മുമ്പേ പല പ്രാവശ്യം അവരുടെ കാലുകൾ അവരെ കൊണ്ട് കഴുകിച്ച് പിന്നെ ഡെറ്റോളൊക്കെ ഇട്ട് കഴുകിച്ച ശേഷമാണ് അവര് കാല് കഴുകുന്നത് നമുക്കറിയാം. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. ആ പാലസ്തീൻ തെരുവീതിയിൽ കൂടെ കടന്നു വന്ന ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുവാനായിട്ട് കർത്താവിന് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ശുശ്രൂഷ മനോഭാവത്തോടുകൂടെ നമ്മള് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് അവരുടെ മേലുള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ അത് അപാരമായിട്ടുള്ള സ്വാധീനമായിരിക്കും. നമ്മളെ ശുശ്രൂഷിക്കുന്ന ഒരാൾ നമ്മളെ ശാസിച്ചാൽ നമുക്ക് തോന്നും, നമ്മളുടെ ജീവിതത്തിന് വേണ്ടി, നമ്മളുടെ ജീവിക്കാൻ വേണ്ടി ജീവിതം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ തെറ്റിന് ശാസിച്ചാൽ നമുക്ക് എന്ത് മനോഭാവം ഉണ്ടാവും അവരോട്? ഒരു അപ്പൻ മക്കളെ ശാസിക്കുന്ന പോലെ മനസ്സിലാവും, നമുക്ക് തോന്നും. അപ്പൊ അതാണ് ബന്ധത്തിന്റെ ഒരു ദൃഢത എന്നുള്ളത്. ഈ നിലയിലുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കണം. അടുത്തതായിട്ട് 5-ാമതായിട്ട് നല്ല ഇടയ ശുശ്രൂഷയ്ക്കായിട്ട് ഇടയന്റെ ജീവിതത്തിൽ സുതാര്യതയും സ്ഥിരതയും ആവശ്യമാണ്. ട്രാൻസ്പെറൻസി ആൻഡ് കൺസിസ്റ്റൻസി. അതായത് നേതാവിന്റെ ജീവിതം സുതാര്യവും അതുപോലെ സ്ഥിരതയും ഉള്ളതുമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ വിശ്വാസികളിൽ നിന്ന് ഒളിച്ചു വെക്കാനായിട്ട് നേതാവിന് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യോഹന്നാൻ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതൽ നമ്മൾ വായിക്കുന്നത് ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. തുടർന്ന് താൻ പറയുന്നത് അവൻ വെളിച്ചത്തിരിക്കുന്നവർ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട് എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ ഇരുണ്ട അധ്യായങ്ങൾ സൂക്ഷിക്കുന്ന വിശ്വാസികൾ കാണുവാൻ പാടില്ലാത്ത തരത്തിലുള്ള അധ്യായങ്ങൾ, അടഞ്ഞ അധ്യായങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന, ജീവിതത്തിൽ ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു ജീവിതം, ആളുകളുടെ മുമ്പില് ഒരു ജീവിതവും
മറ്റ് സ്വകാര്യ ജീവിതത്തില് വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുമുള്ള ആളുകൾക്ക് ഒരിക്കലും നല്ല ഒരു സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിക്കുകയില്ല. കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് കർത്താവിന്റെ പിന്നാലെ വന്ന പത്രോസിന്റെ സഹോദരനെ അന്ത്രയോസും മറ്റേ ആള് യോഹന്നാനുമാണ് കർത്താവിന്റെ അടുക്കൽ വന്ന് കർത്താവിനോട് ചോദിച്ചു. യോഹന്നാൻ കർത്താവിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ അടുക്കൽ ഒന്ന് വന്നത് അന്ത്രയോസ് ആണ്, മറ്റേ ആള് യോഹന്നാനാണെന്ന് നമുക്കറിയാം. അവർ കർത്താവിനോട് ചോദിച്ചു, റബി നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് അവരോട് വന്ന് കാൺമിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു, അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിട്ടുള്ളൂ, 4 മണിയായിട്ടുള്ളൂ. ആ ദിവസം അവരോട് താമസിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ വിശ്വാസികൾക്ക് കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവിനെ ഒളിച്ചു വെക്കുവാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ കണ്ടാൽ ആളുകളുടെ മധ്യത്തിൽ നിന്ന് തന്റെ ശിഷ്യന്മാരിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു ജീവിതം, ചില അധ്യായങ്ങൾ, കറുത്ത അധ്യായങ്ങൾ കർത്താവിനുണ്ടായിരുന്നില്ല. അപ്പോസ്തലനായ പൗലോസിനെ ശ്രദ്ധിച്ച 2 കൊരിന്ത്യർ 4:2 പൗലോസ് പറയുന്നതാണ്, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ കൂട്ടിയേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നു. ആളുകളുടെ മനസാക്ഷിയിൽ ചോദ്യങ്ങൾ വരാത്ത രീതിയിൽ അവരോട് പറയാണ്, ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ മനസാക്ഷി നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്നു, സകല മനുഷ്യർക്കും ഞങ്ങള് ബോധ്യപ്പെടുത്തുന്നു എന്നാണ് പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത്. തുടർന്ന് 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, അകലത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിൽ എങ്ങനെയോ അരികത്തിരിക്കുമ്പോൾ പ്രവൃത്തിയിലും അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നാണ്. അപ്പൊ പൗലോസ് പറഞ്ഞ 2 ജീവിതം എനിക്കില്ല. അകലിരിക്കുമ്പോഴും അടുത്തിരിക്കുമ്പോഴും 2 അകലെ ഇരുന്ന് നിങ്ങൾക്ക് ലേഖനങ്ങൾ എഴുതുമ്പോഴും അടുത്ത് വരുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ശൈലികളോ നിലപാടുകളോ ഇല്ല. ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും ഒന്നാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ ഒരു നേതാവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ട്രാൻസ്പെറൻസി ഉള്ള ജീവിതമായിരിക്കണം. അവിടെ എന്ന് പറഞ്ഞാല് നേതാവിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് അവർക്കൊരു പുതിയ ജീവിതം ചെയ്യുവാനായിട്ട് അവരെ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ഒരു പാപിയെ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുസരിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഇടയന്മാരുടെ ദൗത്യം. അതാണ്. അപ്പൊ പുതിയ വിശ്വാസികൾക്ക് ജീവിതം എന്താണെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ അവരെങ്ങനെ പഠിക്കുന്നത്? വാക്കുകൾ കൊണ്ട് അത് ചെയ്യാൻ ശീലിപ്പിക്കാനാണ് കർത്താവ് പറയുന്നത്. ടീച്ചർ ടു ഒബ്സർവ് എന്നാണ്, ചെയ്യാൻ പഠിപ്പിക്കുവാനാണ്. കർത്താവ് പഠിപ്പിച്ചത് ചെയ്യാൻ പഠിപ്പിക്കണമെങ്കിൽ അത് ചെയ്ത് കാണണം. കർത്താവ് ചെയ്ത് കാണിക്കുക ചെയ്തത്, പൗലോസ് ചെയ്ത് കാണിക്കുക ചെയ്തത്. അപ്പോൾ നേതാക്കന്മാരുടെ ജീവിതം അനുയായികള് കണ്ടാണ് പഠിക്കുന്നത്. ആടുകൾ തെറ്റാണെങ്കിൽ പരിശോധിക്കേണ്ടത്, പ്രശ്നം പലപ്പോഴും നമ്മൾ പരിശോധിക്കേണ്ടത് ഇടയന്മാരിലാണ് എന്നുള്ള കാര്യം അറിയണം. നിർമ്മലമായിട്ടുള്ള ദൈവിക മാതൃക വിശ്വാസികൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ദൃശ്യമായ വിധത്തില് ജീവിതത്തെ കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത് ഇടയ ശുശ്രൂഷ വിജയിക്കുവാനായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസംഗിച്ചാൽ മാത്രം പോരാ എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അതുപോലെ സ്ഥിരതയുള്ളവരായിരിക്കണം. ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ, നിലപാടുകളിൽ സ്ഥിരത വേണം. തിത്തോസിനോട് പറയുന്ന പോലെ, വിരോധിക്ക് നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയാനായിട്ട് വകയില്ല, ലജ്ജിച്ചു പോകേണ്ടതിന് നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയായി വെക്കുക. കൊരിന്ത്യർ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെ എന്നെ അനുകരിപ്പിൻ. അങ്ങനെ തന്റെ നിലപാടുകളിൽ, ദൈവത്തിന്റെ വചനത്തിലെ ബോധ്യങ്ങളിലും നിലപാടുകളിലും സ്ഥിരതയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേതാവിന്റെ നിലവാരമാണ് എപ്പോഴും സഭയുടെ നിലവാരം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ നിലവാരം സൂക്ഷിക്കുവാനായിട്ട് ശിഷ്യനൊരിക്കലും ഗുരുവിന് മീതെ വളരുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ജീവിതം മാതൃകയുള്ളതായി, സുതാര്യമായി, അതുപോലെ അത് എപ്പോഴും അത് ദൈവവചനത്തിലെ ഉപദേശങ്ങളിൽ സ്ഥിരതയുള്ളവരായിട്ട് നിൽക്കണം. അസ്ഥിരനായിട്ടുള്ള നേതാവിനെ പിൻപറ്റാനായിട്ട്, വളരെ അസ്ഥിരതയുള്ള രീതിയിലെ കാര്യങ്ങൾ പറയുന്ന ആൾക്ക്, വിശ്വാസികൾക്ക് ഒരിക്കലും അദ്ദേഹത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവുകയോ വിജയിക്കുവാനോ സാധിക്കുകയില്ല. അടുത്തതായിട്ട് 6ാമതായിട്ട് ഒരു ഇടയൻ ഉണ്ടായിരിക്കേണ്ട ഗുണം എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത ഉണ്ടായിരിക്കണം. അതുപോലെ ആടുകളെ സംരക്ഷിക്കുന്നവനായിരിക്കണം. പേഷ്യൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ, അതാണ് ഒരു ഇടയൻ ആവശ്യമായിട്ടുള്ളത്. അവന് സഹിഷ്ണുതയുള്ള ആളുകളെ സഹിക്കുന്ന ആളായിരിക്കണം. അതുപോലെ ആടുകൾക്ക് വേണ്ട സംരക്ഷണം നൽകുവാനായിട്ട് സാധിക്കുന്ന ആളായിരിക്കണം. വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് മാർഗനിർദ്ദേശവും പഠിപ്പിക്കലും ഒക്കെ നടത്തണമെങ്കിൽ, അങ്ങനെയൊക്കെ നടത്തണമെങ്കിൽ അതിന് ക്ഷമ ആവശ്യമാണ്. അവരുടെ ബലഹീനതകൾ സഹിക്കാനും സൗമ്യതയോടെ അവരെ തിരുത്തുവാനും
അവരുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുവാനൊക്കെ വളരെ ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വളരെ ക്ഷമ ആവശ്യമാണ്. കർത്താവ് എത്ര വട്ടമാണ് വിശ്വാസികളല്ല കർത്താവ് തന്റെ ശിഷ്യന്മാരെ എത്ര വട്ടമാണ് കർത്താവ് അവരെ തിരുത്തുകയും അവര് തമ്മിൽ ആരാണ് വലിയവൻ എന്നുള്ള കാര്യം ചർച്ച നടത്തി. കർത്താവ് സുവിശേഷങ്ങളിൽ പല പ്രാവശ്യം തിരുത്തുന്നുണ്ട്. അവസാനം ലൂക്കോസിന്റെ വിശേഷം വായിച്ച തിരുവത്താഴത്തിന്റെ ടേബിളിൽ വെച്ച് തങ്ങളിൽ ആരാണ് വലിയവരെന്ന് അവർ തർക്കിച്ചു. ലൂക്കോസിലെ ആ പശ്ചാത്തലത്തിലാണ് 11-ാം അധ്യായത്തിൽ കർത്താവ് തോർത്തെടുത്തത്. അങ്ങനെയാണ് കർത്താവ് അത് അവസാനിപ്പിച്ചത്. എത്രയോ പ്രാവശ്യം അവർ തെറ്റി. കർത്താവ് അവരോട് വളരെ സഹിഷ്ണുതയോടെ ഇടപെട്ടു. തിമോഥെയോസിലെ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായിരിക്കണമെന്നാണ്. അപ്പൊ ഇത് ആത്മീയ രോഗികളെ ചികിത്സിക്കുന്ന പരിപാടിയാണ്. തിമോഥെയോസിലെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 23 മുതൽ 26 വരെ വായിച്ചാൽ അവിടെ പഠിപ്പിക്കുന്ന കുട്ടികളെ കുറിച്ച് പറയുന്ന സ്റ്റുഡൻസിനെ കുറിച്ച് പറയുന്നത് പിശാചിന്റെ പിടിയിൽപ്പെട്ട് കുടുങ്ങി സുബോധമില്ലാത്തവരാണെന്നാണ്. അപ്പൊ അവരെ സൗമ്യതയോടെ പഠിപ്പിക്കുവാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വിശ്വാസികളുടെ പ്രശ്നങ്ങളിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന നിലവാരമില്ലായ്മയിലും പ്രശ്നങ്ങളിലൊക്കെ അസർഷനുകളായി കഴിഞ്ഞാൽ, പേഷ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഇടയന് വിജയിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല അവർക്ക് സംരക്ഷണം നൽകുവാനായിട്ട് ഇടയന് സാധിക്കണം. ആടുകള് വളരെ നമുക്കറിയാം സ്വയമായിട്ട് പ്രതിരോധമില്ലാത്ത വളരെയധികം ശത്രുക്കളുള്ള ഒരു ജീവിയാണ് എന്ന് നമുക്കറിയാം. വിശ്വാസികളും അങ്ങനെ തന്നെയാണ്. കർത്താവ് അത് വളരെ അറിയാവുന്നവനായിരുന്നു. കർത്താവ് വ്യാജ ഉപദേശകന്മാർ അവർ ദൃഷ്ടി വയ്ക്കുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് അവരെപ്പോഴും സംരക്ഷിക്കുമായിരുന്നു. കർത്താവ് സുവിശേഷങ്ങൾ പറയുന്ന നമുക്കറിയാം, ശിമോനോട് പറയുന്നുണ്ട്, ശിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പിച്ചു. അല്ലെ, അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാണ്. അവരെ കർത്താവ് പിന്നെ മത്തായിയുടെ വിശേഷത്തിൽ പറഞ്ഞത് കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റു, അതുകൊണ്ട് ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പൊ തന്റെ ആടുകളെ തന്റെ ശിഷ്യന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് കർത്താവ് വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും അവരെ അപകടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുകയും പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് കർത്താവ് ചെയ്തു. ഒരു ഇടയൻ എപ്പോഴും അങ്ങനെ തന്റെ ആടുകളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കണം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ടെന്നാണ്, നിങ്ങളെ തന്നെയും കർത്താവിന്റെ ജനത്തെ സൂക്ഷിച്ചോളും, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കള് കടക്കുമെന്നാണ് പറഞ്ഞത്. തങ്ങളുടെ വിരുദ്ധോപദേശങ്ങളാൽ ആളുകളെ വലിച്ചു കളയുന്ന ആളുകൾ വരും, അതുകൊണ്ട് ഉണർന്നിരിപ്പിരുന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പറഞ്ഞ ശേഷം പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ വളരെ രസകരമായിട്ട് കാര്യം പറഞ്ഞതാണ്. അതിൽ എന്താണ് പൗലോസ് പറയുന്നത്? ഞാൻ പോയ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും, നിങ്ങളുടെ ഇടയിൽ കടന്ന് ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ശേഷം പൗലോസ് അവരെ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. 20-ാം അധ്യായത്തിന്റെ 32 അപ്പോസ്തലപ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിനും അവന്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിലുമാണ് വിശ്വാസികളുടെ സുരക്ഷിതത്വം എന്നുള്ള കാര്യം പൗലോസ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇടയൻ. ആടുകൾക്ക് ദൈവത്തിന്റെ വചനമാകുന്ന ഭക്ഷണം വെള്ളവും സമൃദ്ധമായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കണം. അതാണ് അവരുടെ സംരക്ഷണ ഭിത്തി എന്നുള്ളത്. അവരെ സംരക്ഷിക്കുവാനായിട്ട് ദൈവവചനത്തിന്റെ ശരിയായിട്ടുള്ള ഉപദേശം അവർക്ക് കൊടുക്കണം. എല്ലാ ആഴ്ചകളിലും അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷണം അവർക്ക് ലഭിക്കണം. യഹോവയുടെ ആടിനെ കുറിച്ച് 23-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ആളുകളായിരിക്കണം ഇടയന്മാർ. അപ്പൊ വചനം കിട്ടുന്നില്ല എന്നുള്ളത് ആടുകളുടെ മെലിഞ്ഞു പോവുകയും ആടുകൾ അസ്വസ്ഥരാകുകയും ചെയ്യുന്നതിന് വലിയൊരു കാര്യമാണ്. ദൈവവചനം പഠിച്ച് അവരെ പഠിപ്പിക്കുവാനായിട്ട് ശ്രദ്ധയില്ലാത്ത ഇടയന്മാരാണെങ്കിൽ വചനം ലഭിക്കാത്ത ആടുകള് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. വിശന്നിരുന്നാൽ നമുക്കറിയാം, നമ്മളൊക്കെ ഒന്ന് വിശന്നിരുന്നാൽ നമ്മുടെ എല്ലാ പിടിയും വിട്ടുപോകും. അങ്ങനെ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും കൊടുക്കുവാനായിട്ട് അത് അവരുടെ സംരക്ഷണത്തിനുള്ളതാണ് എന്നുള്ള കാര്യം നാം അറിയണം. അപ്പൊ അതുപോലെ തന്നെ അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. അത് പ്രൊട്ടക്ഷന്റെ ഭാഗമാണ്. അവരെ ആവോളം സംരക്ഷിക്കണം. അങ്ങനെ വ്യക്തികളെ പിന്നെ നമുക്കറിയാം, അങ്ങനെയൊക്കെ നമ്മൾ ഇടപെടുകയും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കൂടുകയൊക്കെ ചെയ്താല്
അവർക്ക് നേതൃത്വത്തോടുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് എന്താ നല്ല രീതിയിൽ അവർ പ്രതികരിക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ 6 കാര്യങ്ങളാണ് ഇടയന്റെ ഉത്തരവാദിത്വമായിട്ട് പറഞ്ഞത്. യഥാർത്ഥ സ്നേഹം ഉണ്ടായിരിക്കണം, ആടുകളോട് അറിവും അനുകമ്പയും ഉണ്ടായിരിക്കണം, ആടുകൾക്ക് ലഭ്യമായിരിക്കണം, അവർക്ക് സമീപിക്കാനായിട്ട് സാധിക്കണം, അവരെ ശുശ്രൂഷിക്കുന്ന ദാസ്യ നേതൃത്വമുള്ളവരായിരിക്കണം, അതുപോലെ അവരുടെ ജീവിതത്തിൽ സുതാര്യതയും സ്ഥിരതയും ഉണ്ടായിരിക്കണം, അതുപോലെ സഹിഷ്ണുതയുള്ളവരായിരിക്കണം, അവരെ സംരക്ഷിക്കുന്നവരായിരിക്കണം. ഇനി എന്റെ സമയത്തിൽ ഞാൻ നേതൃത്വത്തോട് വിശ്വാസികൾക്കുള്ള മനോഭാവം പെരുമാറ്റ രീതി എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇടയ ശുശ്രൂഷയിൽ നമുക്കറിയാം, വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസികളുടെ പ്രതികരണം, അതിനകത്ത് ഇടയന്മാർ മാത്രം നന്നായാൽ പോരാ, വിശ്വാസികൾ അവരോട് ഇടയാതിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇടയ ശുശ്രൂഷയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. വിശ്വാസികൾ നമ്മളുടെ ഇടയന്മാരുടെ, നമ്മുടെ നേതാക്കന്മാരുടെ ശുശ്രൂഷയുടെ പ്രാധാന്യം തിരിച്ചറിയണം. ഒന്നാമതായിട്ട് അത് ദൈവം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് എന്നുള്ള കാര്യം നാം അറിയും. യഥാർത്ഥത്തിൽ ആടുകളുടെ ഇടയൻ കർത്താവാണ്. കർത്താവിനെ കുറിച്ച് ഇടയ ശ്രേഷ്ഠൻ എന്ന, വലിയ ഇടയൻ എന്നൊക്കെയാണ് എബ്രായ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലൊക്കെ വായിക്കുന്നത്. അപ്പൊ കർത്താവാണ് യഥാർത്ഥത്തിലുള്ള ഇടയൻ. കർത്താവിന്റെ അഭാവത്തിൽ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള ആളുകളാണ് സഭയിലെ ഇടയന്മാരെ. വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20:28 പറയുന്നുണ്ട്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവൻ സൃഷ്ടിയുള്ളൂ എന്നാണ്. പരിശുദ്ധാത്മാവാണ് സഭയുടെ നേതൃത്വത്തെ ആക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൽ നിന്ന് വന്ന അധികാരമാണ്. അവർ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആളുകൾ. ഒരു ഇടയൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതൃത്വത്തെ തള്ളിക്കളയുമ്പോൾ ദൈവം പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഴയ നിയമത്തിൽ കാണാം. 1 ശമൂവേൽ 8:7 ജനം ദൈവത്തെ കർത്താവ് വെച്ച തിയോക്രസി മാറ്റി അവർക്ക് മറ്റ് ജനങ്ങളെ പോലുള്ള നേതൃത്വം വേണം. കർത്താവ് വെച്ച ന്യായാധിപന്മാരെന്നുള്ള നേതൃത്വത്തെ അവർ തള്ളിക്കളയുമ്പോൾ കർത്താവ് അതിനോട് പ്രതികരിച്ച് വളരെ ശ്രദ്ധേയമാണ്. 1 ശമൂവേൽ 8:7 യഹോവ ശമൂവേലിനോട് അരുളിച്ചതെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിൽ അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാണ് തിരിച്ചതെന്നാണ്. അപ്പോൾ ഇസ്രായേലിലെ ദൈവം വെച്ച ന്യായാധിപന്മാരെന്നുള്ള നേതൃത്വത്തെ, തിയോക്രസി അവർ തള്ളിയപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെയല്ല തള്ളിയത്, എന്നെയാണ് അവർ തള്ളിയത്. ഇസ്രായേലിലെ നേതൃത്വത്തോട് അവർ പ്രതികരിച്ചപ്പോൾ അത് ദൈവത്തോടുള്ള പ്രതികരണമായിട്ടാണ് ദൈവം എടുത്തത്. അതുകൊണ്ടാണ് നമുക്കറിയാം, റോമാലേഖനം 13 ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരത്തിന് വിധേയപ്പെടട്ടെ എന്നാണ്. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ല എന്നാണ് കർത്താവോടെ പറയുന്നത്. അപ്പൊ ഈ ഇടയന്മാർക്ക് കർത്താവുള്ള സ്ഥാനവും ദൈവത്താൽ നൽകിയതാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം അറിയണം. രണ്ടാമതായിട്ട് നാം അറിയേണ്ടത് ആടിന്റെ സുരക്ഷിതത്വ പ്രാധാന്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ടാമതായിട്ട് നാം അറിയേണ്ടത് ആടിന്റെ സുരക്ഷിതത്വം എന്നുള്ളത് ഇടയനാണ്. ഇടയൻ ഉണ്ടെങ്കിൽ മാത്രമേ ആടുകൾ സുരക്ഷിതമായിട്ടിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് ആട്ടിൻകൂട്ടത്തെ കണ്ടത് എങ്ങനെയാണ്? ചിന്നിയവരും ഇടയനില്ലാതെ ചിന്നിയവരും ചിതറിയവരുമായിട്ടാണ് കർത്താവ് ഇസ്രായേലിനെ കണ്ടത്. അവർക്ക് ഇടയനില്ലായിരുന്നു. ഇടയനില്ലെങ്കിൽ ആടുകൾ ചിന്നിപ്പോവും. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്, ആടുകൾക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കും. ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്തവൻ ചെന്നായി വരുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോവും, ചെന്നായി അവരെ പിടിക്കും. എന്നാൽ അവൻ കൂലിക്കാരനാണ്. എന്നാൽ ഞാൻ എൻ്റെ ആടുകളെ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുമെന്നാണ്. ഒരാടിന്റെ സംരക്ഷണം എന്നുള്ളത് ഇടയനിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച നേതൃത്വത്തിലാണ് എന്നുള്ള കാര്യം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ എഫെസോസിലെ മൂപ്പന്മാരുടെ പൗലോസ് പറയുമ്പോൾ, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ വരുമെന്ന് പറഞ്ഞ ശേഷം പറയുന്നത്, അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ എന്നാണ്. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ നിങ്ങളോട് ബുദ്ധി പറഞ്ഞ കാര്യം ഓർത്ത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ആടുകളെ നിങ്ങൾ സൂക്ഷിക്കുവാനായിട്ടാണ് പറയുന്നത്. അപ്പൊ ആടുകളില്ലെങ്കിൽ, ഇടയിലില്ലെങ്കിൽ ആടുകൾ ചിതറിപ്പോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എഹെസ്കേലിന്റെ പുസ്തകം 34 വായിച്ചാൽ മതി. കർത്താവ് പറയാണ്, ഇടയിലില്ലായതുകൊണ്ട് എന്റെ ആടുകൾ ചിതറിപ്പോയി, സകല മൃഗങ്ങൾക്ക് ഇരയായി തീർന്നുവെന്നാണ്. അവ എല്ലാ മലകളിലും ഉയരമുള്ള കുന്നുകളിലും ഉഴന്നു നടന്നു എന്നാണ്. കാട്ടിലെ സകല മൃഗത്തിനും എന്റെ ആടുകൾ ഇരയായി തീർന്നു എന്നാണ് എഹെസ്കേൽ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ആത്മീയമായിട്ടുള്ള സംരക്ഷണം ഇരിക്കുന്നത് നമ്മുടെ ഇടയന്മാരിലാണ് എന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവില്ലാത്ത ആളുകൾക്ക് നേതൃത്വത്തെ അംഗീകരിക്കുവാനോ ബഹുമാനിക്കുവാനോ സാധിക്കുകയില്ല.
അല്ലെങ്കിൽ അവര് അങ്ങനെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കർത്താവ് ഇസ്രായേലിനെ കണ്ടതുപോലെ ഇരിക്കും. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ 9 അധ്യായത്തില് 36 ഇങ്ങനെ ഇസ്രായേലിനെ കണ്ട ശേഷം കർത്താവ് 39 അധ്യായത്തിന്റെ 37 കർത്താവ് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇടയനില്ലാതെ ചിതറിയ ആടുകളെ കണ്ടിട്ട് അവർക്ക് നേതൃത്വം ഉണ്ടാകണമെന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ്, പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അത് നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം അതാണ്. രണ്ടാമതായിട്ട് നല്ല നിലപാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് അറിയണം. രണ്ടാമതായിട്ട് നേതൃത്വത്തെ ബഹുമാനിക്കാനും ആദരിക്കുവാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നല്ല ബന്ധം നല്ല രീതിയിൽ ഇടയന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. റെസ്പെക്ട് ആൻഡ് ഓണർ ദം. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 5 അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകിച്ച് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിരുന്നു. അപ്പൊ ചിലരെ ഇരട്ടി മാനത്തിന് യോഗ്യരാണെന്ന് പറഞ്ഞാൽ മൂപ്പന്മാരെ മാനത്തിന് യോഗ്യരായി അവരെ ഓണർ ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം നേതൃത്വത്തിന് നൽകിയ, ഇടയന്മാർക്ക് നൽകിയ, കർത്താവിന്റെ വേലയിൽ നൽകിയ പങ്കിനെ സ്നേഹത്തോടെയും ആദരവോടെയും കാണുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ വലിയൊരു ദൗത്യമാണ്. നമുക്കറിയാം പൗലോസിന്റെ പ്രശ്നം എന്തായിരുന്നു? ഒരിതില് പൗലോസിനെ അത് ബഹുമാനിക്കുന്നില്ല. അതുകൊണ്ട് 1 കൊരിന്ത്യർ 4 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിൽ പിതാക്കന്മാരെ അറിയില്ല, ക്രിസ്തുവിൽ ഞാനാണ് നിങ്ങളെ ജനിപ്പിച്ചതെന്നാണ് കർത്താവ് മലാഖിയിൽ ചോദിച്ചതാണ്. മകൻ അപ്പനെയും ദാസൻ യജമാനെ ബഹുമാനിക്കേണ്ടത്, ഞാൻ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം ഇവിടെ. പൗലോസ് കൊരിന്ത്യരോടും ചോദിക്കുന്നതാണ്. ഞാനല്ലാതെ നിങ്ങളുടെ പൗലോസിനോട് പൗലോസിനോട് ബഹുമാനിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ള, പൗലോസിനെ ബഹുമാനിക്കുന്നതിന് അവർ വളരെ പിന്നിലായിരുന്നു. അത് നമുക്കും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളുടെ ദൈവം ഏൽപ്പിച്ചുള്ള നേതൃത്വത്തിന് ആവശ്യമായ പ്രോത്സാഹനം നൽകി അവരുടെ വേലയെ വിലമതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നല്ല ബന്ധങ്ങൾക്ക് ആവശ്യമാണ്. മൂന്നാമതായിട്ട് നേതൃത്വത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വലിയ ഉത്തരവാദിത്വമാണ്. നമുക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽപ്പിച്ച ആളുകളെ സ്നേഹത്തോടെ വിചാരിക്കണം. അങ്ങനെയാണ് ദൈവത്തിൽ വായിക്കുന്നത്, അവരെ സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണ്. അവരുടെ അധ്വാനത്തിനും ത്യാഗത്തിനും ഒക്കെ നന്ദി പറയാനായിട്ട് നന്ദിയുള്ള മനസ്സ്, അവരോട് സ്നേഹം ഉണ്ടായിരിക്കണം. പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5 അധ്യായത്തിൽ പറയുന്നുണ്ട്. 5:12 സഹോദരന്മാരെ, നിങ്ങളുടെ അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തവരാ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്ന എന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ആളുകളെ മാനിക്കുവാനായിട്ട്, ബഹുമാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവരോട് സ്നേഹം കാണിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. കാരണം ദൈവമാണ് അവർക്കത് കൊടുത്തിരിക്കുന്നത്. എബ്രായലേഖനം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിക്കുന്നു എന്നാണ്. നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കാവൽക്കാരാണ് അവരെന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ തീർച്ചയായും സ്നേഹിക്കണം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ശിഷ്യന്മാരെ, നമ്മുടെ ഇടയന്മാരെ സ്നേഹിക്കുന്നു എന്നതിനർത്ഥം ദൈവം അവർക്ക് കൊടുത്തുള്ള സ്ഥാനത്തെ അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് ആദരവും പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് അതിനോട് പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവരെ ആദരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് പിന്തുണ കൊടുക്കണം, ഇതൊക്കെയാണ് സ്നേഹം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ സ്നേഹം പ്രദർശിപ്പിക്കേണ്ടത്. ദൈവം തൻ്റെ ജനത്തിന്റെ വളർച്ചയ്ക്കായി, മാർഗനിർദ്ദേശത്തിനായി സഭയിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന നേതൃത്വത്തോട് വിശ്വസ്തമായിട്ട് പ്രതികരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവരെ മനസ്സിലാക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. നമുക്കറിയാം നേതാക്കന്മാരാരും പൂർണ്ണരില്ല. അവർക്ക് സ്ട്രഗിൾസ് ഉണ്ട്, പോരാട്ടമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം പൗലോസിനെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാല് പൗലോസിന് തന്നെ ശുശ്രൂഷയില് ആശ്വാസവും സന്തോഷവും ഒക്കെ ആവശ്യമായിരുന്നു. മറ്റ് സഹോദരന്മാരാൽ തനിക്ക് പല സമയത്തും ആശ്വാസം ആവശ്യമായിരുന്നു. അങ്ങനെ നമ്മളുടെ പിന്തുണ ആവശ്യമുള്ളവരാണ് നമ്മുടെ നേതാക്കന്മാര്. കൊരിന്ത്യർക്ക് 2 ലേഖനം 7 അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തിത്തോസിന്റെ മനസ്സിന് നിങ്ങൾ എല്ലാവരും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിമിത്തം ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു. പലപ്പോഴും എന്റെ മനസ്സ് തണുപ്പിച്ചവനാ ഒനേസിഫോറസ് എന്ന് പൗലോസ് തിമോഥെയോസിനെ എഴുതി പറയുന്നുണ്ട്. പലപ്പോഴും മനസ്സ് തണുപ്പിച്ച ചില വ്യക്തികള് മനസ്സിലൂടായിരിക്കുകയാണ്. ആശ്വാസം ഇല്ലാത്ത ചില അവസ്ഥകളിൽ ആശ്വസിപ്പിച്ച ആളുകള്. അപ്പൊ നേതൃത്വത്തിലുള്ളവർക്ക് ഇതൊക്കെ ആവശ്യമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവർ മനുഷ്യരാണ്. നേതാക്കന്മാർക്ക് പരാജയം ഉണ്ടാവും. നമ്മളെ നയിക്കുന്ന നേതാക്കന്മാർക്ക് ജീവിതത്തിൽ പരാജയം ഉണ്ടാവും. അവരൊന്നും തികഞ്ഞവരല്ല, അവരൊന്നും പാപരഹിതരല്ല എന്നുള്ള കാര്യം നാം അറിയണം. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും
പ്രതിസന്ധികളും ഒക്കെ വരും. അങ്ങനെയുള്ള സന്ദർഭത്തില് അവരെ നമ്മളെ ക്രൂശിക്കുന്നവരായിട്ടല്ല, അവരോടുകൂടെ നിൽക്കുകയും അവരെ എഴുന്നേൽക്കാനായിട്ട് നമ്മൾ സഹായിക്കുകയും അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളിൽ, അവരുടെ കുടുംബ ജീവിതത്തിലും അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആശ്വാസ വചനങ്ങൾ നൽകി അവരെ താങ്ങുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. കൊരിന്ത്യർ പൗലോസിനെ ആശ്വസിപ്പിച്ചെന്ന് പൗലോസ് പറയുന്നത്. ചില വ്യക്തികൾ, സാധാരണ ചില വ്യക്തികള് അത്യുന്നതനായ അപ്പസ്തോലനെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നേതൃത്വത്തോട് പരാതി പറയുകയും അവരെ ഭാരപ്പെടുത്തുകയും അവരോട് ദയയില്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ മാറ്റിവെച്ചിട്ട് അവരോട് ദയയോടെയും നന്ദിയൊക്കെ കാണിച്ച് അവർക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ തീരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് നമുക്ക് അവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഇടയന്മാരെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ തുടർന്ന് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നേതൃത്വത്തിന് വിധേയപ്പെടാനായിട്ട് സാധിക്കണം. പല പ്രശ്നങ്ങളുടെയും കാരണം വിശ്വാസികൾക്ക് നേതൃത്വത്തിന് വിധേയപ്പെടാനായിട്ട് മനസ്സില്ല. കാരണം നമുക്കറിയാം, ദൈവത്തിന് കീഴ്പ്പെടാത്ത ആദമിന്റെ സന്തതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവണത മറുതലിക്കുക എന്നുള്ളതാണ്. എന്നാൽ എബ്രായലേഖനം 13:17 നമ്മൾ വായിക്കുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴ്പ്പെട്ടിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരായാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. നേതൃത്വത്തെ ഞരക്കുന്ന, അവർക്ക് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കാതെ അങ്ങനെ കീഴടങ്ങാതെ ഇരിക്കുന്ന വിശ്വാസികൾ പറഞ്ഞു നിങ്ങളുടെ ജീവിതം നന്നാവുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്വം നേതൃത്വത്തിന് വിധേയപ്പെടുവാനുള്ള ഒരു മനസ്സ് ബോധപൂർവമായി ദൈവം എഴുന്നേൽപ്പിച്ച നേതൃത്വമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തും, ഞാൻ മനുഷ്യനല്ല. നമ്മള് നേതൃത്വത്തിന് വിധേയപ്പെടുമ്പോൾ മാനുഷികമായ ഒരു ആശയമല്ല നമ്മൾ അനുസരിക്കുന്നത്. ദൈവം സഭയിൽ വെച്ചിരിക്കുന്ന ക്രമത്തിന് നാം വിധേയപ്പെടുകയാണ് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കീഴ്പ്പെടുമ്പോൾ നാം ബഹുമാനിക്കുന്നത് മാനുഷിക അധികാരത്തെ അല്ല, ആ അധികാരത്തെ രൂപകൽപ്പന ചെയ്ത ദൈവത്തെയാണ്. ദൈവത്തിന്റെ രൂപകൽപ്പനയാണ് കൽപ്പനയ്ക്കാണ് നമ്മൾ വിധേയപ്പെടുന്നത് എന്നുള്ള കാര്യം നാം അറിയണം. ഇപ്പൊ സഭ സഹകരിക്കുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നേതൃത്വത്തിന് ദുഃഖത്തോടെയല്ല, സന്തോഷത്തോടെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസികളുടെ ആത്മാക്കളുടെ മേൽ കാവൽ നിൽക്കുവാനായിട്ട് കർത്താവ് ഏൽപ്പിച്ച നേതൃത്വത്തിന് വിധേയപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. പത്രോസ് അത് പറയുന്നുണ്ട്. എന്താണ്? അവനെ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുമെന്നാണ്. ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുമെന്നാണ്. നേതാക്കന്മാർക്ക് വിധേയപ്പെടാതെ അവരോട് മത്സരിക്കുകയും അവർക്കെതിരെ പടനയിക്കുകയൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളെ പലപ്പോഴും നമുക്ക് സഭകളിൽ കാണാം. അതൊന്നും അവർക്കോ അവരുടെ കുടുംബത്തിനോ അനുഗ്രഹമായില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ പരിശോധിച്ച് പാഠം പഠിക്കണമെന്നാണ് പത്രോസ് നമ്മളോട് പറയുന്നത്. സഭ, ഒരു വിധേയപ്പെടുന്ന വിശ്വാസികളുള്ള സഭ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുന്ന, പത്രോസ് പറയുന്നത്, കൃപ കിട്ടേണ്ടതിന് ദൈവത്തിന്റെ മുമ്പിൽ താണിരിപ്പിൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നതാണ്. അപ്പൊ ഒരു സഭയ്ക്ക് ദൈവീക കൃപ കിട്ടുവാനായിട്ട് സഭ താഴ്മയുള്ള സഭയായിരിക്കണം. നേതൃത്വത്തോട് മത്സരിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേതൃത്വത്തോടുള്ള മറുതലിപ്പ് ദൈവത്തോടുള്ള മറുതലിപ്പായിട്ടാണ് ദൈവം എടുക്കുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സംഖ്യാപുസ്തകം 16-ാം അധ്യായം വായിച്ചാല് കോരഹിന്റെ നേതൃത്വത്തിൽ നടന്ന മറുതലിപ്പിനെ നമുക്കറിയാം. 16-ാം അധ്യായത്തില് മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ഹേതുവായിട്ട് 16:11 ഇത് ഹേതുവായിട്ട് നീ നിന്റെ കൂട്ടക്കാരൊക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങളെ അഹരോന്റെ നേരെ പിറുപിറുക്കുവാൻ തക്കവണ്ണം അവൻ എന്തുള്ളൂ എന്നാണ് മോശ പറയുന്നത്. അവർ അഹരോന്റെ പൗരോഹിത്യത്തിനെതിരെയാണ് കോരഹിന്റെ നേതൃത്വത്തില് 250ഓളം സംഘ സദസ്യർ വലിയ പ്രക്ഷോഭം നടത്തിയത്. അതിനെക്കുറിച്ച് മോശ പറയുന്നത്, നിങ്ങൾ ദൈവത്തിനെതിരെയാണ് മുഷ്ടി ഉരുട്ടിയിരിക്കുന്നത്. നിങ്ങളെ എതിർക്കാൻ ഈ അഹരോൻ അവനെന്ത് പ്രത്യേകതയുള്ള വിശ്വാസം? നമുക്കറിയാം, ഒരു ഇടയൻ എന്ന് പറഞ്ഞാൽ സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾ നമ്മളെ പോലെ മറ്റൊരു വിശ്വാസിയാണ്. കുറച്ചൊക്കെ എന്തെങ്കിലും പക്വത കണ്ടുകൊണ്ട് അവരെ ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ അവരെന്തുള്ളൂ? ദൈവത്തിനെതിരെയാണ്. ആ മറുതലിപ്പിന്റെ ശിക്ഷ നമുക്കറിയാം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം തുടർന്ന് വായിച്ചാൽ നമുക്കറിയാം എന്ത് ശിക്ഷ കൊണ്ടാണ് ദൈവം പ്രതികരിച്ചതെന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ച ആളുകളാണ്. അവരോട് നമ്മൾ എതിർത്ത് നിൽക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്താൽ ദൈവം വെച്ചിട്ടുള്ള നേതൃത്വത്തോട് പോരാടിയാൽ അത് ദൈവത്തോടുള്ളതായിട്ട് ദൈവം എടുക്കുമെന്നാണ് നമ്മളോട് പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ ദൈവിക വ്യവസ്ഥയോടാണ് അങ്ങനെയുള്ളവൻ മറുക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കീഴടങ്ങുന്നവരായിരിക്കും. നമുക്കറിയാം, ഈ സഭയിലെ നേതൃത്വത്തോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല.
പിശാചിന്റെ മാതൃകയാണ് അദ്ദേഹം പിൻപറ്റുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾ എത്ര ആത്മീയമായിട്ടുള്ള മുഖംമൂടി ഇട്ടുകൊണ്ട് സഭയുടെ നേതൃത്വത്തോട് നിങ്ങൾ മറുതലിച്ചാലും അത് എപ്പോഴും അതിന്റെ മുഖംമൂടി മാറ്റിയാൽ പിന്നിലുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, നേതൃത്വത്തിന് വിധേയപ്പെടുക. അടുത്തതായിട്ട് നേതൃത്വത്തോട് ഔദാര്യവും കരുതലും ഉള്ളവരായിരിക്കണം. ജനറോസിറ്റി ആൻഡ് കെയർ. നമുക്കറിയാം, സേവനം ചെയ്യുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നമ്മളുടെ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പങ്കിടാനായിട്ട് നമ്മൾ തയ്യാറാകും. വിശ്വാസികള് അവരെ നയിക്കുന്ന നേതൃത്വവുമായി ദൈവം അവർക്ക് നൽകുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളെ പങ്കിടാനായിട്ട് അവർക്ക് കഴിയണം. അതിന് ജനറോസിറ്റി നമുക്ക് വേണം. അവരുടെ ആവശ്യങ്ങൾ നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കണം. കരുതലും ഔദാര്യവും ഉള്ളവരായി, നേതൃത്വത്തോട് ഔദാര്യമുള്ളവരായിരിക്കണം. കൈ തുറക്കുന്നവരായിരിക്കണം. അവരുടെ ആവശ്യങ്ങൾ കരുതലുള്ളവരായിരിക്കണം. ദൈവവചനം വളരെ വ്യക്തമായിട്ട് അത് പഠിപ്പിക്കുന്ന കാര്യമാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, അവരുടെ ആത്മീയ ശുശ്രൂഷ ചെയ്ത് എല്ലാവർക്കും വേണ്ടി ഭൗതികമായിട്ട് അധ്വാനിക്കാനുള്ള ഉത്തരവാദിത്വം മറ്റ് 11 ഗോത്രങ്ങളെയാണ് ദൈവം ഏൽപ്പിച്ചത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്നാണ്. ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ നന്മയുടെയും ഓഹരി നമ്മളുടെ മേൽ കർത്താവ് ആക്കി വെച്ച ആളുകളുമായി പങ്കിടാനായിട്ട് നമുക്ക് സാധിക്കണം. 1 കൊരിന്ത്യർ 9:14 നമ്മൾ വായിക്കുന്നത്, കർത്താവ് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മുടെ പലപ്പോഴും എൽഡേഴ്സൊന്നും അങ്ങനെ ഫുൾ ടൈം എൽഡേഴ്സ് അല്ലാതെങ്കിലും ജോലികൾ ചെയ്യുമെങ്കിലും നമുക്ക് അവരോട് പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം അത് എക്സെപ്ഷനായിട്ട് എടുക്കരുത്. നമുക്കത് സാധിക്കേണ്ടതാണ്. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാവരോടും ഔദാര്യമുള്ളവരായിരിക്കും. നമ്മുടെ നേതൃത്വത്തോടെ വളരെ ഔദാര്യമുള്ളവരായിരിക്കണം. അവസാനമായിട്ട് അവർക്ക് പ്രാർത്ഥനാപൂർവമായിട്ടുള്ള പിന്തുണ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രയർഫുൾ സപ്പോർട്ട്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ നേതൃത്വത്തിന് വേണ്ടി പതിവായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ മനസ്സാകണം. നമുക്കറിയാം, പിശാചിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് ലീഡർഷിപ്പാണ്. ഒരു 10 വിശ്വാസികളെ സാക്ഷ്യം കളയുന്നതിനേക്കാട്ടിലും ഇഫക്റ്റീവായിട്ട് അവിടുത്തെ ഒരു നേതാവിന്റെ ജീവിതത്തെ നശിപ്പിച്ചാല് അതിനെക്കാട്ടിലും വലിയ നേട്ടം നേടാമെന്ന് പിശാചിനറിയാം. സഭയെ എഴുന്നേൽക്കാത്ത രീതിയിൽ സഭയെ തകർക്കുവാനായിട്ട് നേതാക്കന്മാരുടെ ജീവിതത്തെ തകർത്താൽ സാധിക്കുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് അവന്റെ വലിയ ടാർഗറ്റാണ് സഭയുടെ നേതൃത്വം എന്ന് മനസ്സിലാക്കിയ വിശ്വാസികൾ അവർക്ക് പ്രാർത്ഥനയുടെ പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യമാണ്. പിശാചിന് അനേക സഹസ്രങ്ങളിലെ പരിചയമുള്ള ആളാണ് ശത്രു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അപ്പോസ്തലനായിട്ടുള്ള പൗലോസ് എഫേസ്യരിൽ പറയുന്നത് എന്താണ്? സകല പ്രാർത്ഥനയാലും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. വചനത്തിന്റെ വെളിപ്പാടിന്റെ ആധിക്യം നിമിത്തം നിഗളിക്കാൻ സാധ്യതയുള്ള ആള് തുടർന്ന് പറയുന്നത്, ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടുവാനും ഞാൻ സംസാരിക്കേണ്ടതുപോലെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് ചോദിക്കുകയും. അപ്പൊ എത്ര പ്രാർത്ഥന എനിക്ക് എത്ര ആവശ്യമാണ് എന്നാണ് പൗലോസ് അവിടെ നമുക്ക് 6-ാം അധ്യായത്തിൽ പിശാചിനോടുള്ള പോരാട്ടത്തെ കുറിച്ച് പറഞ്ഞ ശേഷമാണ് അവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വിശ്വാസികളുടെ നമ്മുടെ നേതൃത്വത്തിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവവചനം ധാരാളം വെളിച്ചം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തെ ദുഷ്ടം തൊടാതെ സൂക്ഷിക്കുകയും ചെയ്യാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. സഭാചരിത്രം പരിശോധിച്ച് നമുക്കറിയാം, സാത്താൻ സഭയിൽ കയറുവാനായിട്ട് തങ്ങളുടെ നേതൃത്വത്തിന്റെ ചുവലിൽ ചവിട്ടിയാണ് പിശാച് സഭയിൽ കയറിയതെന്ന് ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്നത്തെ നേതൃത്വം കുനിഞ്ഞു കൊടുത്തു പിശാചിന്. നേതൃത്വത്തിന്റെ മേൽ ചവിട്ടിയാണ് പിശാച് സഭയിലുള്ളിൽ കയറിയത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. അതുകൊണ്ട് നാം അവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ പറഞ്ഞത് നേതൃത്വത്തെ കുറിച്ച് നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് 6 കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവരോട് സ്നേഹമുള്ളവരായിരിക്കണം, അവരോട് അറിവും അനുകമ്പയും വേണം, അവർക്ക് വിശ്വാസികൾക്ക് ലഭ്യമായിരിക്കണം, അവരോട് ശുശ്രൂഷ ചെയ്യുന്ന ദാസ്യ നേതൃത്വം ആയിരിക്കണം, അവരുടെ ലീഡർഷിപ്പ് സ്റ്റൈല്, ജീവിതത്തിൽ സുതാര്യതയും സ്ഥിരതയും വേണം, അതുപോലെ സഹിഷ്ണുതയും സംരക്ഷണവും ആളുകൾക്ക് നൽകുവാനായിട്ട് സാധിക്കണം. അതുപോലെ ഞാൻ 6 കാര്യങ്ങളാണ് ആടുകളുടെ ഉത്തരവാദിത്തമായിട്ട് നിലപാടുകളായിട്ട് പറഞ്ഞത്. ഇടയന്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം തിരിച്ചറിയണം, അത് ദൈവത്തിൽ നിന്നാണ് മനസ്സിലാക്കണം. അവർക്ക് ബഹുമാനവും ആദരവും കൊടുക്കണം, നേതൃത്വത്തെ സ്നേഹിക്കാൻ കഴിയണം, അവർക്ക് വിധേയപ്പെടാനായിട്ട് കഴിയണം, അവരോട് ഔദാര്യമുള്ളവരായി അവരുടെ ആവശ്യങ്ങൾ കരുതലുള്ളവരായിരിക്കണം, അതുപോലെ പ്രാർത്ഥനാപൂർവമായ പിന്തുണ നൽകാനായിട്ട് സാധിക്കണം. അപ്പൊ ഇത് ഒരു നല്ല നേതൃത്വത്തെയും നല്ല വിശ്വാസ കൂട്ടത്തെയും ഇത്
പ്രതിനിധാനം ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിന് ധാരാളം അധികം നമുക്ക് ഇനിയും പറയാനായിട്ട് സാധിക്കും. മിനിമം ഇത്രയും കാര്യങ്ങൾ ഒരു സഭയിലെ നേതൃത്വത്തിനും വിശ്വാസികൾക്ക് തിരിച്ചുമുണ്ടെങ്കിൽ ആ സഭ ഒരു വലിയ അനുഗ്രഹീതമായ നല്ല ഒരു സഭയായിരിക്കും. അങ്ങനെയുള്ള നല്ല സഭകളായിട്ട് നമ്മുടെ സഭകൾ തീരണം. നമ്മൾക്കറിയാം, ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളവരാണ് നമ്മള്. എന്നാൽ നമ്മുടെ ബന്ധവും നമ്മുടെ നിലപാടുകളും ദൈവനിലപ്രകാരം ആകുവാനായിട്ട് നമ്മളെ തന്നെ നാം സമർപ്പിച്ചാല് നമ്മുടെ സഭകള് അനുഗ്രഹീതമായിട്ട് തീരും. നമുക്ക് തുടർന്നുള്ള ചർച്ചയിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ഇനിയും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ ചെറിയ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കുവാനായിട്ട് ശ്രമിച്ചത്. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മഹത്വം. ഒരു നല്ല സഭ എന്നുള്ളത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ഇന്നത്തെ നമ്മളുടെ ഈ കേൾവിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഒരു നല്ല ഇടയൻ എന്നുള്ളത് എങ്ങനെ ഉള്ള വ്യക്തിയായിരിക്കണം, നല്ല ആടുകൾ അഥവാ നല്ല വിശ്വാസികൾ അവരുടെ ക്വാളിറ്റികൾ എന്തെല്ലാമാണ്, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നാം ഈ വിഷയത്തെ കേട്ടു. വളരെ വിശദമായി ഈ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് പ്രിയ ടോംസ് സാറിന് ദൈവം കൃപ നൽകി. കേട്ടത് നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നുവല്ലോ. ദൈവവചനം നിഷ്കർഷിക്കുന്ന വിധത്തില് നല്ല ഇടയന്മാരും നല്ല വിശ്വാസികളും ആയിത്തീരുവാൻ നമ്മോട് പറഞ്ഞതുപോലെ അത് നമ്മെ സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകും എന്ന് നാം കേട്ടു. അങ്ങനെ ഒരു നല്ല ഇടയനായിട്ടിരിക്കുവാനും സഭയിലെ നല്ല വിശ്വാസിയായിട്ടിരിക്കുവാനും അതുമൂലം നമ്മളുടെ ഇടയിൽ ധാരാളം നല്ല സഭകൾ ഉണ്ടാകുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.